ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ പ്രസംഗിച്ച ഭാഗം ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിൽ മൗനതയുള്ളതുപോലെ എക്സോൾട്ടേഴ്സ് ചർച്ചിൽ ഭയങ്കരമായ മൗനതയാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയല്ല, അതിന് മുമ്പിലത്തെ ഞായറാഴ്ച പ്രസംഗിച്ച പ്രസംഗം ലിജി ഓർക്കുന്നുണ്ട്? യെസ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗിച്ചത്. അതിൻ്റെ ഒരു തുടർമാനമായിട്ടാണ് ഇന്ന് പകലിലും നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പൂർണ്ണമായി തീർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ ഇന്ന് പകലെ പറയാം. I would like to summarize what I said in the message a week before. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ തുടർന്നുള്ള പ്രസംഗത്തിൽ നിങ്ങൾക്ക് കണക്ഷൻ ലഭിക്കില്ല. If I don't say, then you will not get those connection indeed. അപ്പം കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ച ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണവും അവൻ്റെ പുനരുത്ഥാനവും എന്ന വിഷയമാണ്. The main message was his death, the Christ Jesus, his death and the resurrection. അപ്പം ആ രണ്ട് വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. And those were the two words, main messages that I was telling to you. കർത്താവിൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചാൽ അവൻ്റെ പുനരുത്ഥാനത്തോടും നമ്മൾ ഏകീഭവിക്കും. If we are in the death with Christ, then we will be with his resurrection. അപ്പം ആ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. And that was the portion that I stopped there. ക്രിസ്തുവിൽ മരിക്കുന്ന ഏവനും ജീവിക്കും. And the one who die in Christ will be resurrected. അവന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. There is always a resurrection for that person. അപ്പം ഇത്രയും ഭാഗം പറഞ്ഞാണ് ഞാൻ കൺക്ലൂഡ് ചെയ്തത്. And that's how I concluded that portion. ഇന്നത്തെ വചനവും ഇതേ ഭാഗത്ത് നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്നത്. And today the Holy Spirit has asked me to speak from the same portion. നമുക്കറിയാം ഈ 1 തെസ്സലോനിയനും 2 തെസ്സലോനിക്ക ലേഖനം എന്നൊക്കെ പറയുന്നത് അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ എന്നാണ് പറയുന്നത്. അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ. And these are the gospels where we can see the chapters that it is written about the end times. നമുക്കറിയാം പൗലോസ് എഴുതിയ ലേഖനങ്ങൾക്കെല്ലാം പേരുകളുണ്ട്, അല്ലേ? പേരുകൾ. There are names to the theology or to the letters that Paul has written. ഇടയ ലേഖനങ്ങളുണ്ട്. There are letters for shepherd. കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്. And there are prison letters. സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളുണ്ട്. And the letters to churches. അങ്ങനെ പല ലേഖനങ്ങൾക്കും അതാത് വിഷയത്തിന് ആസ്പദമാക്കിയിട്ടാണ് ആ ലേഖനങ്ങൾക്ക് പേര് കൊടുക്കുന്നത്. And based on the subject and the matter being discussed is how the naming of those chapters have been given. ഈ അന്ത്യകാല ശാസ്ത്ര ലേഖനം എന്നറിയപ്പെടുന്ന 2 ലേഖനമേ ഉള്ളൂ. 1 തെസ്സലോനിയനും 2 തെസ്സലോനിക്ക. And 1st and 2nd Thessalonians are the letters pertaining to the end times. കാരണം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് കാര്യകാരണ സഹിതം പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. And we can see with all the evidences and the reasoning we see that Paul has written these 2 chapters. ഇപ്പം ഈ പൊതുവെ പ്രത്യേകിച്ച് ഈ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ആ വാക്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാണ്: അന്ത്യകാല സംബന്ധമായ ക്രിസ്തീയ വിശ്വാസത്തിന്റെ രൂപരേഖ എന്നാണ് പറയുന്നത്. And this is the paraphrase of Christ living with respect to the end times. That's the title we can give from 13 to 17. ഇനിയും നിങ്ങൾ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഓടിച്ചു. And let us all turn our eyes to those verses. നമ്മൾ ഒന്നുകൂടെ വായിക്കാൻ പോകുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1 Thessalonians 4 verses 13 to 17. വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല
എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വാക്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. There are 4 different phases to these verses. ഒന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. One is the appearance of our Lord. 2 മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്. And the second is the resurrection of the dead. 3 ജീവനോടെ ശേഷിക്കുന്ന നമ്മുടെ രൂപാന്തരമാണ്. Third, the transfiguration of the people who are in living here. 4 സഭയുടെ ഉൽപ്രാപണമാണ്. And then the fourth is the church being അപ്പം resurrected. ഈ 4 വിഷയങ്ങളാണ് ഇത്രയും ഭാഗത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. And these are the 4 things that has been told in these verses. അതിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. And these all other things are connected with respect to the second coming of Christ. അപ്പം പ്രത്യക്ഷത എന്ന പദത്തിന് വിവിധ നാമങ്ങൾ ഗ്രീക്ക് വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. And there are many words for coming of God being sent, Christ being sent. ഇന്ന് പകലിൽ നമ്മൾ കുറച്ച് ഗ്രീക്ക് വേർഡ് പഠിക്കാൻ പോവുകയാണ്. And we are going to learn some of the Greek words. പ്രത്യക്ഷത എന്ന പദത്തിന് പ്രധാനമായി 3 ഗ്രീക്ക് വേർഡാണ് There are ഉപയോഗിച്ചിരിക്കുന്നത്. 3 Greek words for the appearance of Jesus. ഒന്ന് അത് എപ്പിഫാനിയ എന്ന വാക്കാണ്. And this first one is called the Epiphania. എന്ന് പറഞ്ഞേ എപ്പിഫാനിയ. എപ്പിഫാനിയ എന്ന് പറഞ്ഞാൽ ദ മാനിഫെസ്റ്റേഷൻ ഓർ ദി അപ്പിയറൻസ്, അതാണ് അതിൻ്റെ അർത്ഥം. 2 ദി അപ്പോക്കാലിപ്സസ് എന്നാണ് രണ്ടാമത്തെ അർത്ഥം. അതിൻ്റെ അർത്ഥം അൺകവർ ഓർ റിവീൽ എന്നാണ്. 3-ാമത്തെ വേർഡ് ഗ്രീക്ക് വേർഡ് പഴൂസിയ എന്ന വേർഡാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, കമ്മിങ്, അറൈവ് ഓർ ക്രൈസ്റ്റ് ഫ്യൂച്ചർ വിസിബിൾ റിട്ടേൺ ഫ്രം ഹെവൻ. അപ്പം ഈ 3 വാക്കുകളാണ്, ഗ്രീക്ക് പദങ്ങളാണ് പ്രത്യക്ഷത എന്ന വാക്കിന് ബൈബിളിൽ ഉപയോഗിച്ചത്. These are the 3 verses that has been used for the coming of Christ. അപ്പം ഏതൊക്കെയാണ്? ഒന്ന് എപ്പിഫാനിയ, One is Epiphania 2 അപ്പോക്കാലിപ്സിസ്, and Apocalypsis, 3 പെഴൂസിയ. and third is Parousia. അപ്പം ഈ 3 വാക്കുകളാണ് ഇവിടെ And these ഉപയോഗിച്ചിരിക്കുന്നത്. are the 3 verses that's been used. അപ്പം എന്നാൽ നമ്മൾ വായിച്ച ഈ ഭാഗത്ത് ആദ്യത്തെ 2 പദങ്ങളല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് 3-ാമത്തെ പദമായ പഴൂസിയ എന്ന പദമാണ് And we ഉപയോഗിച്ചിരിക്കുന്നത്. can see this, the first 2 words are not been used in these verses, but it is the Parousia that's been used. അപ്പം എപ്പിഫാനിയും അല്ല അപ്പോക്കാലിപ്സിസും അല്ല, മറിച്ച് പഴൂസിയ എന്ന വാക്കാണ് ഈ നമ്മൾ വായിച്ച ഭാഗത്ത് ഉൾക്കൊള്ളുന്നത്. And the verses that we read, Epiphania and Apocalypsis is not been mentioned, but it is Parousia. പ്രത്യേകിച്ച് നമുക്കറിയാം, വിശുദ്ധ വചനത്തിൽ നമ്മുടെ കർത്താവുമായി ബന്ധപ്പെട്ട് 3 പ്രത്യക്ഷതകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. With respect to our Jesus Christ, we can see there are 3 appearances of Jesus. ഒന്ന്, അവന്റെ പ്രത്യക്ഷത നമ്മൾ കാണുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലാണ്. And first we can see the Hebrew chapter 9 verses 26. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. For then he would have to suffer repeatedly since the foundation of the world, but as it is, he has appeared once for all at the end of the ages. ഇവിടുത്തെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് കൊടുത്തിരിക്കുന്ന പദം ഫനീറോ എന്ന പദമാണ്. And the word that's been used here is phanero, അത് കർത്താവിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കാണിക്കുകയാണ്. and that denotes the physical appearance of our Lord. കർത്താവിന്റെ ജഡാവതാരത്തെ ഇവിടെ കാണിക്കുകയാണ്. This is the appearance in flesh. That's what been നോക്കിക്കേ, ആ വാക്യം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അത് പറയേണ്ട കാര്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. And we don't have to explain much about this. നോക്കിക്കേ, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. We can see he was appeared once for all in the end of the ages to put away the sin by sacrificing himself. വ്യക്തമായി തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ കർത്താവ് പ്രത്യക്ഷനായി. He appeared very clearly and transformation in a transformed way. ആളുകൾക്ക് തൊടുവാൻ സ്പർശിക്കുവാൻ തക്ക നിലവാരത്തിൽ അവൻ പ്രത്യക്ഷനായി. He appeared as if people can touch and feel him. അപ്പം ഒന്നാമത്തെ കർത്താവിന്റെ പ്രത്യക്ഷത ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അവന്റെ ജഡാവതാരമാണ്. And the first is the appearance in flesh. അതിനെ കൊടുത്തിരിക്കുന്ന പേര് ഫനീറോ എന്ന പേരാണ്. And the name that has been given to that is called phanero.
രണ്ടാമത്തെ കർത്താവിന്റെ പ്രത്യക്ഷത നമ്മൾ കാണുന്നത് എബ്രായ ലേഖനം 9:24 And 9:24 of Hebrew we read like അവിടെ this. ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നോക്കുക, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. For Christ has entered not into the holy places made with hands, which are copies of true things, but in heaven itself, now to appear in the presence of God on our behalf. അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എംഫാനിസോ എന്ന പദമാണ്. And here the appearance is given a different name called emphanizo. അതിന്റെ അർത്ഥം Christ revealed himself before God. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ അവൻ പ്രത്യക്ഷനായി. That means the Christ revealed himself before God. അതിന് പറയുന്നതാണ് the heavenly appearance of Jesus Christ. And that's called the heavenly appearance of Jesus Christ. അതിനെ പറയുന്ന ദൈവത്തിന്റെ മുൻപാകെ, പിതാവായ ദൈവത്തിന്റെ മുൻപാകെ മഹാപുരോഹിതനായി നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി. And we can see that our Lord Jesus appeared in before God as a high priest before him. അവൻ നമ്മുടെ അഡ്വക്കേറ്റ് ആയി അവിടെ പ്രത്യക്ഷനായി. And he appeared there as an advocate. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. That's the reason we say that he is interceding before us. യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത ഇവിടെ കാണുകയാണ്. We can see the interceding power of Jesus Christ over വേറെ here. ഒരു മധ്യസ്ഥനും ഇന്നില്ല കേട്ടോ. There is no other mediator before ആർക്കും വേണ്ടി us. നമുക്ക് മധ്യസ്ഥത അണയ്ക്കാനും കഴിയത്തില്ല. And nobody can mediate for us. നമുക്ക് വേണ്ടി ഒരുവൻ മാത്രം ഇന്നും മധ്യസ്ഥത അണയ്ക്കുന്നു, അത് നമ്മുടെ കർത്താവാണ്. There is only one who is mediating for us, that's my Lord Jesus Christ. മഹാപുരോഹിതനായ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. And we can see the priest Abraham is now interceding for us. നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. As he has a high priest, he is interceding for us. ഹല്ലേലൂയ. ഞാൻ രണ്ട് പ്രത്യക്ഷത പറഞ്ഞു. And there are two appearances said. ഒന്ന് the earthly appearance. The first one is the earthly appearance. അതിന് പറയുന്ന പേരാണ് ഫനീറോ എന്ന പേര്. And the name that is given to is Phaliro. രണ്ടാമത്തെ പ്രത്യക്ഷതയാണ് the heavenly appearance. And the second one is the heavenly appearance. അതിന്റെ പേരാണ് എംഫാനിസോ എന്ന പേര്. And that meaning is emphanizo. മൂന്നാമത്തെ പ്രത്യക്ഷതയാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നത്. And the third appearance is what we read here. അതിന് പറയുന്ന പേരാണ് പരൂസിയ എന്ന പേര്. And that's called the parousia. വീണ്ടും പ്രത്യക്ഷനാകുന്ന കർത്താവിനെ കുറിച്ച് പറയുകയാണ്. Christ who will return back. 9:28 എബ്രായ ലേഖനം 9:28 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. Hebrew 9:28 we read like this. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. So Christ, having been offered once to bear the sins of many, will appear a second time. ഇന്ന് പകലിൽ സന്തോഷമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? How many people are happy and joyful? ഒരിക്കൽ അവൻ ജഡത്തിൽ പ്രത്യക്ഷനായി. And once he became in flesh. ഇപ്പോൾ അവൻ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം And ചെയ്തുകൊണ്ടിരിക്കുന്നു. now he is interceding for us in heaven. എന്നാൽ വീണ്ടും അവൻ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. And there is one more time that is coming. അതിന് വലിയ സമയമൊന്നുമില്ല. And there is no more time. തന്നെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ വീണ്ടും പ്രത്യക്ഷനാകും. And the saints that are looking for him, he is going to come to take them. അതിന് പറയുന്ന പേരാണ് പരൂസിയ. And the name given to that is called parousia. വീണ്ടും വരുന്നവനെ കർത്താവിനെ ഇന്ന് പകൽ എതിരേൽപ്പാൻ കൊതിയുള്ള ദൈവമക്കൾ അവിശുദ്ധ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. Thank you, Jesus. ഹല്ലേലൂയ. വീണ്ടും പ്രത്യക്ഷനാകുന്ന കർത്താവ്. And the God who is going to appear again. ഇവിടെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത്. Here we come to what we believe, the strongness of our foundation that we believe. വെറും കെട്ടുകഥയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. We are not believing in a fairy tale. ഒരു ഊഹാപോഹത്തിലുമല്ല നമ്മൾ വിശ്വസിക്കുന്നത്. And we are not just simply getting into a shadowy things. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് സത്യമാണെങ്കിൽ, If God, Jesus has come into this world, and if it is true, 33 തിരുവയസ്സ് വരെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് സത്യമാണെങ്കിൽ, and if it is true that our Lord Jesus lived on this earth, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരേറി പോയത് സത്യമാണെങ്കിൽ, and if it is true that he was lived here, he died and he rose again, ആധികാരികതയോടെ ആർജവത്തോടെ ഇന്ന് പകലിൽ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയും, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ വീണ്ടും മടങ്ങി വരും. and with all authority I can claim and proclaim
him that if that is true, that my Lord Jesus Christ is going to return back again. പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let's all praise God who has with hope. 4 കരമാണ് ഞാൻ കണ്ടത്. Hallelujah. ബാക്കിയുള്ളവർക്ക് ആർക്കും പ്രത്യാശയില്ലേ? Thank you, ഞാൻ Jesus. പറഞ്ഞത് എൻ്റെ കർത്താവ് എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Thank you, Jesus. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്, This is what we read. അവൻ വീണ്ടും പ്രത്യക്ഷനാകും. He will appear again. അവിടെ ഒരു പദം അവിടെ പറയുന്നുണ്ട്, And there is a word that's been told, പാപം കൂടാതെ അവൻ പ്രത്യക്ഷനാകും. and he will appear without sin. നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കിക്കേ. Let's all look into those 1 words. തെസ്സലോനിക്ക ലേഖനം 4:13 ഞാൻ പറയുന്നത്. 4:13 of 1 Thessalonians. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, And this is what we read. അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകും. And he will appear again without sin. 9:28 മോനെ വന്നിട്ട് എബ്രായ ലേഖനം 9:28. Oh, Hebrews chapter 9 verses 28. തന്നെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. Unto them that look for him shall appear the second time without sin unto our salvation. ഇനിയും അവൻ വരുന്നത് പാപത്തെ കൈകാര്യം ചെയ്യാനല്ല, He is not coming to take care of the sins. പാപികളെ കൈകാര്യം ചെയ്യാനുമല്ല. And he is not coming to take care of the sinners over അത് there. ഒരിക്കലായിട്ട് അവൻ അറുക്കപ്പെട്ടു. Because he died once for all. ഇനിയും അവൻ വരുന്നത് He is coming. വിശുദ്ധന്മാരെ ചേർക്കാൻ, He is coming to take the saints. എല്ലാവരെയും ചേർക്കാനല്ല. It is not for everybody that is സഭയിലെ coming. അറ്റൻഡൻസ് കണ്ട് എല്ലാവരെയും കൂട്ടാനുമല്ല. And there is no that somebody who is coming for as an attendance in the church for them. കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ പാപം കൂടാതെ അവൻ രണ്ടാമത് And he പ്രത്യക്ഷനാകും. is coming to take the saints who is living without the sin. That's the reason he is coming without a sin. ഹല്ലേലൂയ. Hallelujah. പ്രത്യക്ഷത എന്ന പദം പല ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. Appearance has been used many times in different words. നമുക്കറിയാം മലയാളം വേർഡിൽ പല അർത്ഥങ്ങൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് And in- പ്രത്യക്ഷത എന്ന പദത്തിൽ. And for Malayalam, they have used so many words for appearance. ഒരു പദമാണ് വരവ് എന്ന പദം. വരവ്. Coming is another word. അപ്പം ഇംഗ്ലീഷ് പൊതുവേ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം ഒറ്റ വേർഡേ ഉള്ളൂ, കമ്മിങ് എന്ന വേർഡാണ്. And everywhere in English it is called as coming. എന്നാൽ മലയാളത്തിൻ്റെ ഈ വാക്കുകളുടെ ഒരു ഒത്തിരി മാത്രമുള്ള, നമുക്കറിയാം ഒരു വാക്ക് തന്നെ പല ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, And we പല use- മീനിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. We use the same word in different parts as a different meaning. അപ്പം പല ഭാഗത്ത് ഈ വരവ് എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷത എന്ന പദമാണ് അവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത്. And wherever we see this word coming, that's all we meant is appearance. നിങ്ങളുടെ തെളിവിനായി ഞാൻ 1-2 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. And I'm just going to read 2-3 words as a sign. എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് എഴുതാം. And those people want to write, you can write. നോക്കിക്കേ, മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മത്തായി 24:3. Matthew 24:3. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ, നോക്കിക്കേ, ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്തെന്നും പറഞ്ഞു തരേണമെന്ന് അപേക്ഷിച്ചു. നോക്കിക്കേ, അവിടുത്തെ ആ വരവ് എന്ന അർത്ഥം, അത് പ്രത്യക്ഷത എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. Here it is clearly written, the sign of your coming. അപ്പം വരവ്, പഴൂസിയ എന്ന പദമാണ് അവിടെ And ഉപയോഗിക്കുന്നത്. that's the word parousia which has been denoted there. അപ്പോൾ തന്നെ അതിന്റെ 27-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 24:27 വാക്യം, അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന പദം ഇത് തന്നെയാണ്, പഴൂസിയ എന്ന പദമാണ്. And the same word has been used in the 27th verse also. മോനെ വന്നിട്ട് മത്തായി സുവിശേഷം 24:27. നോക്കിക്കേ, മിന്നൽ ഒന്നുകൂടെ ഇട്ടേ പ്ലീസ്. 27-ാമത്തെ വാക്യം. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുക, ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് പഴൂസിയ, ദൈവത്തിന്റെ പ്രത്യക്ഷത എന്ന പദമാണ്. All these verses are all talking about the parousia of our Lord. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, കർത്താവിൻ്റെ പ്രത്യക്ഷത, വരവ് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, മറിച്ച്
കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നെന്ന് പറയുന്നത് അതവരുടെ പ്രത്യാശയാണ്, അതവരുടെ ഉറപ്പാണ്. Coming of the Lord is not a fairy tale, but it is a hope and it is a strength of those who are waiting for him. കർത്താവ് ഇവിടെ ഈ ഇഹലോകത്ത് നിന്നപ്പോൾ പറഞ്ഞ പദങ്ങളാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത്. These are the verses when our Lord Jesus was there ministering earthly on this world. എന്തുകൊണ്ടാണ് ഈ പൗലോസ് ഈ സഭയോട് ഇത് പറയാൻ കാരണം? What is the reason Paul was talking this one to this church? നമുക്കറിയാം ഓരോ സഭയോടും പൗലോസ് ഓരോ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. And we can see Paul has given to different churches his own commandments to them. എന്തുകൊണ്ടാണ് തെസ്സലോനിക്ക സഭയ്ക്ക് ഈ ഉപദേശം കൊടുത്തത്? Why did he advise to Thessalonians these things? നമുക്കറിയാം തെസ്സലോനിക്ക സഭയിൽ പൗലോസ് ഉപദേശിക്കാറുണ്ടായിരുന്നു. And he used to advise the Thessalonians. കർത്താവിന്റെ വരവിനെ കുറിച്ചും സഭയുടെ ഉൽപ്രാപണത്തെ കുറിച്ചും അവിടെ പഠിപ്പിച്ചു. And he taught about of Jesus Christ and the appearance of Christ. അങ്ങനെ പഠിപ്പിച്ചിട്ട് അവൻ മറ്റുള്ള സഭകളിലേക്ക് പോയി. And when he taught these things, he went to the next church. ഈ സഭകളിലേക്ക് പോയ തക്കം നോക്കി ദുരുപദേഷ്ടാക്കന്മാർ തെസ്സലോനിക്ക സഭയിലേക്ക് വന്നു. And when he went to the next church, we can see the false teachers came into the Thessalonians to teach something ഈ else. ദുരുപദേഷ്ടാക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വിഷയമല്ല. And the false teachers are not something of this time. അത് പൗലോസിന്റെ കാലം മുതൽ അതുണ്ട്. And it was there till the time of Paul. പൗലോസ് പോകാൻ നോക്കിയിരുന്നു ഇവന്മാർക്ക് അങ്ങോട്ട് കയറാൻ. As soon as the Paul went, he came in through. ഏത് കാലഘട്ടത്തിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. And we can say at any time, at any age, the false teachers were there. വിശ്വാസികളുടെ ആ വിശ്വാസത്തെ മറിച്ചു കളയുന്നവർ ഏത് കാലഘട്ടത്തുമുണ്ട്. And we can see at all times there were people and the false teachers that trembled down the faith of the people of God. ഇവന്മാര് സഭയിലേക്ക് കയറി. And these false teachers came into the church. ഇവന്മാർ സഭയിലേക്ക് കയറിയിട്ട് ഒരു ഉപദേശം അവിടെ പ്രചരിപ്പിച്ചു. And they started telling all these false things. ഇങ്ങനെയാ പറഞ്ഞത് അവന്മാർ. This is what they said. മരിച്ചവരോ മരിച്ചു. Oh, the people who are dead is dead. യേശു കർത്താവ് വീണ്ടും വരും. And Jesus will come back. മരിച്ചവർക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല ഇനി. And there is no partakers of those who are dead. ജീവനോടെ ഇരിക്കുന്നവർ എടുക്കപ്പെടും. And those people who are living will be taken up. അവിടെയുള്ള സഭയ്ക്ക് ഭയങ്കര കൺഫ്യൂഷനായി. And here the whole church they were confused. കാരണം പൗലോസ് പഠിപ്പിച്ചതും വേറൊരു പഠിപ്പിക്കലാണ്. Paul taught something else. പൗലോസ് പറഞ്ഞത് മരിച്ചവർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്. And he taught that the people who are dead there is a resurrection. ജീവനോടെ ഇരിക്കുന്നവർക്ക് രൂപാന്തരമുണ്ട്. And we can see those people who are living there is transfiguration for them. കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടും. And in Christ coming everybody will be there. ഇവിടെ ഒരു പഠിപ്പിക്കൽ വരികയാണ്. And here something new is coming. മരിച്ചവരോ മരിച്ചുപോയി. Oh, those people who are dead is gone. എന്നാൽ ജീവനോടെ ഇരിക്കുന്നവർക്ക് എടുക്കപ്പെടാം. But those who are living they can be taken. ഇത് സഭയിൽ ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കി. And this has confused the church. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭ ഒരു ധീരമായ ഒരു നിലപാടെടുത്തു. And there was a Catholic church has taken a very confident law. എനിക്കത് ഭയങ്കരമായി എന്നെ ചാലഞ്ച് ചെയ്തു. And this was really a challenge for me. എന്താണെന്ന് അറിയാവോ? What was that decision? അവർ ആരാധിച്ചിരുന്ന മറിയം. And those worship that Maryam that they worship. മധ്യസ്ഥത അണിച്ചിരുന്ന മറിയം. And the Maryam that was they were using as a mediator. അവർ പറഞ്ഞു മറിയം ഒരു സഹരക്ഷകയല്ല. And you can see that Maryam is not a cause saver. മറിയ ഒരു മധ്യസ്ഥയല്ല. And Maryam is not an interceder. ഒരുവനേയുള്ളൂ ദൈവം. There is only one God. ഒരുവനേയുള്ളൂ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചത്. There is only one who has died for the cross of അത് Calvary. യേശുക്രിസ്തു മാത്രമാണ്. That is only Jesus and only him. ഒരു കാലഘട്ടത്തിൽ ദുരുപദേഷ്ടാക്കന്മാർ കയറിയിട്ട് പറഞ്ഞു മറിയം മധ്യസ്ഥയാണ്. And we can see the false teachers went into the church and said that Mary is the interceder. അവളോട് പ്രാർത്ഥിക്ക, അവൾ സഹരക്ഷകയാണ്. Pray to her and she is a co-salvation person. മാർട്ടിൻ ലൂതറിന്റെ നവീകരണം അവിടെയാണ് തുടങ്ങിയത്. That's where we can see that Martin Luther started his things. എന്തായിരുന്നു മാർട്ടിൻ ലൂതറിന്റെ റിഫോർമേഷൻ എന്ന് പറയുന്നത്? And what was the reformation of Martin Luther? Sola Gratia, grace alone. And sola gratia, it is grace alone. Sola Christos, Christ alone. Sola Christos, it is Christ alone. Sola Fide, faith alone. And sola fide, it is faith alone. Christ plus illa. There is no Christ plus. Grace plus
പ്ലസ് ഇല്ല. There is no grace plus plus. ഫെയ്ത്ത് പ്ലസ് ഇല്ല. There is no faith plus. ഒരുവനേ ഉള്ളൂ നിനക്ക് വേണ്ടി മരിച്ചത്. And there is only one who has died for you. അത് കാൽവരി കുന്നിൽ നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ചിന്തിയ യേശുവാണ്. That is on the Mount of Calvary. That's Jesus Christ who has shed his last drop of blood for you. Hallelujah. Hallelujah. എന്തോ നിലപാട് അവരെടുത്തത്. Oh, they have taken a great stand. വേളാങ്കണ്ണിയിൽ ഒരു അച്ഛൻ ഇങ്ങനെ കോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. And this is one of the father in Velankanti in Kerala said. അച്ഛൻ ഇങ്ങനെയാ പറഞ്ഞത്. And this is what the father said. ഒരാൾ പുള്ളി വന്ന് അച്ഛനോട് ചോദിക്കുക. And the one person is coming and asking the priest. അച്ഛോ ഞങ്ങൾ ഇതുവരെ മറിയത്തോട് പ്രാർത്ഥിച്ചത് വെറുതെയായോ? And oh father, we were praying to Mary all this time, whether it was useless now. ഇതുവരെ മറിയെ ആരാധിച്ചത് വെറുതെയായോ? And it was was it useless that we prayed to Mary? ഇന്ന് പകലിൽ ഒരു കാര്യം തിരിച്ചറിയണം. And one thing you have to understand. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ. There is only one who is there for worship. പുകഴ്ചയ്ക്ക് യോഗ്യൻ ഒരുവൻ. There is only one who is there for അവൻ magnifying. മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. And he is the only one who is there for worship. ഇന്ന് പകലിൽ ദൈവസഭ ഒരുമിച്ച് അവന്റെ പേര് വിളിച്ചു പറയുക. You have to call up the church the name of യേശു മാത്രം ഒരുവൻ. There is only one Jesus. That's he is the only one. സകല ആരാധനയ്ക്കും അവൻ മാത്രം യോഗ്യൻ. And he is the only worthy to be worshipped. ഹല്ലേലൂയ. Hallelujah. നോക്കുക ഇവരെല്ലാം കൂടെ കയറി ഇങ്ങനെ ഭയങ്കരമായി കൊളവാക്കി ചർച്ച്. And these false teachers came to the church and they started spreading false teachings. അപ്പം അങ്ങനെ ഇത് അറിഞ്ഞ പൗലോസ്, And Paul understood this one. പൗലോസിന് മനസ്സിലായി ഇങ്ങനെ പോയാൽ സഭ പിളരും. And Paul understood that if this continues, the church will be disturbed and distributed. വിശ്വാസികളുടെ വിശ്വാസം തകരും. And the faith of the faithful people, they will go back. വിശ്വാസത്തിൽ നിന്ന് പലരും വീണു പോകാൻ സാധ്യതയുണ്ട്. There may be times that people will be fallen from their faith. ഇത് മനസ്സിലാക്കിയ പൗലോസ് വന്നിട്ട് പറയുക. When he understood this, and the Paul is saying, 13ാമത്തെ വാക്യം 1 തെസ്സലോനിയ 4:13. and we can say 4:13 of 1 Thessalonians. സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Brothers and sisters, we do not want you to be uninformed about those who sleep in death, so that you don't grieve like the rest of mankind who have no hope. എന്താ പ്രത്യാശയില്ലാത്തത് എന്ന് പറയുന്നത്? Why does it mean by they don't have any hope? ആ പ്രത്യാശയില്ലാത്തവർ ഉദ്ദേശിക്കുന്നത് ജാതികളെ കുറിച്ചാണ്. And those people who are Gentiles is what being told about here. ജാതികൾക്ക് പ്രത്യാശയില്ല. The Gentiles don't have any hope. അവർ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, അതാണ് അവരുടെ അവസാനം. They believe that we once it is dead, that's all over. അന്നത്തെ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ഭയങ്കരമായ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അവിടെ. There was a full control over the Greek philosophy. ഗ്രീക്ക് ഫിലോസഫി പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു. And Greek philosophy says that if you had once died, you are gone. മരണത്തോടു കൂടെ നിങ്ങളുടെ സകലം അധ്യായങ്ങളും കഴിഞ്ഞു. And with the death, all the chapters of yours is gone. അതിന്റെ നടുവിൽ നിന്ന് പൗലോസ് പറയുക. And in bits of this, Paul is telling, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ആകരുത്. oh, without the hope, you can't be like that. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ശവടക്ക് കണ്ടു. I just saw one of the burial. യുകെയിൽ നടന്ന 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ശവടക്കാണ്. And this was a burial of a 2.5-year-old child. അവർക്ക് ആഗ്രഹിച്ച ദൈവം കൊടുത്ത ഒരു ആൺ തലമുറ. And this was a son that God gave him. പെട്ടെന്ന് ഒരു ബ്ലഡ് ക്യാൻസർ വന്ന് കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. And the child was captured by the blood cancer and died. മാനുഷികമായി അവിടുത്തെ അപ്പനും അമ്മയും തകർന്നു പോകും. And we can see that the father and mother should be really saddened. കാരണം അവർ കൊഞ്ചിച്ച് തീർന്നിട്ടില്ല. And because they have not even taken care of the baby like അവന്റെ anything. കളികൾ കണ്ടു തീർന്നിട്ടില്ല. They have not even finished by seeing the playful nature of the child. പെട്ടെന്ന് തന്നെ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. But the child is now gone. എന്നാൽ അവിടെ ആ ശുശ്രൂഷയുടെ അവസാനം And to the end of that ആ ministry, പിതാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു സാക്ഷ്യം. and the father said this testimony. ഓ എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തു. And this challenged me like anything. അദ്ദേഹം അവിടെ നിന്നൊരു പാട്ട് കൂടെ പാടി. And he sang like this. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, And this is what he said. യഹോവ തന്നു, യഹോവ എടുത്തു. God has given me and God took it യഹോവയുടെ away. നാമം മഹത്വപ്പെടട്ടെ. Let the name of the Lord be glorified. എവിടുന്നാ ഈ ധൈര്യം കിട്ടിയത്? How did he get this hope and this എവിടുന്നാണ് ഈ strength? ആശ്വാസം കിട്ടിയത്? Where did he get this strength? ഒറ്റക്കാരിയുള്ള നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഒരു അറിവ് ആ പിതാവിനുണ്ട്. Because he is completely informed about the dead. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. പ്രിയരെ, വേർപാട് എന്നും ദുഃഖമാണ്.
വേർപാട് എന്നും ദുഃഖമാണ്. Anytime any person goes from your life, it is a saddened thing. ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ മകനോ മകളോ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ദുഃഖമാണ്. Oh, any relatives or any close by, when they die, it is really sad for us. എന്നാൽ പ്രത്യാശ ഉള്ളവരും പ്രത്യാശ ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. Let me tell you the difference between those who have hope and those who don't. പ്രത്യാശ ഇല്ലാത്തവർ അവിടെ അലമുറയിട്ട് കരയും. We can see those who don't have any hope, they will just cry like എന്നാൽ anything. പ്രത്യാശ ഉള്ളവരുടെ കാര്യം ഞാൻ പറയാം. But let me tell you, those who have hope, അവർക്ക് ഭയങ്കരമായ ഒരു സമാധാനം ഉണ്ടാകും. there will be a complete peace in them. കാരണം എന്നാന്നറിയാവോ? What do you mean by that? നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഒരു അറിവ് അവർക്കുണ്ട്. Because they are completely informed about the people who are died. അവരെവിടെയാണെന്ന് അവർക്കറിയാം. Because they know where they are. ഇന്ന് പകലിൽ ഒരു കാര്യം ഉറച്ചോണം. You have to be strengthened today. മരണം കൊണ്ടെല്ലാം അവസാനിക്കുകയല്ല. It is not that we all will be finished by death. ക്രിസ്തുവിനെ നീ അറിഞ്ഞ നിമിഷം മുതൽ From the time you believe Christ, മരണത്തിന് പോലും വേർപിരിക്കാത്തൊരു ബന്ധത്തിനകത്തേക്ക് നീ you are in കയറുകയാണ്. a relationship where the death cannot separate ഒരു you. മരണത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. No death can crush you. ഒരു അനുഗ്രഹിക്കപ്പാട്ടില്ലേ? മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാ പിരിയാഭമാണിത് യുഗകാലം വരെയും മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാ പിരിയാഭമാണിത് യുഗകാലം വരെയും പിരിയാത്ത ബന്ധമാണ്. മഹൽ സ്നേഹം മഹൽ സ്നേഹം ശ്രദ്ധിക്കൂ, പൗലോസ് ഇതാണ് പറയാൻ ശ്രമിക്കുന്നത്. Paul is saying, പൗലോസ് ഇതാണ് പറയാൻ ശ്രമിക്കുന്നത്. and this is what Paul is trying to say. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവ് നിങ്ങൾക്കുണ്ടാകണം. You should be informed about the people who die. മരണത്തെ നിദ്ര എന്നാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. And we can see that death is called the sleep. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. And there is a word of Greek being used there. കൊയ്മാവോ എന്ന പദമാണ്. And the word is called koimavo. മോനെ ആ വാക്കുണ്ടോ? കൊയ്മാവോ. And it's called koimavo. അതിന്റെ അർത്ഥം എന്നത് പറയുന്നത് ശാരീരിക ഉറക്കത്തെയാണ് കാണിക്കുന്നത്. And it clearly says about the sleep that in flesh. അപ്പൊ നമുക്കറിയാം, ഒരാള് രാത്രി കിടന്നുറങ്ങുക, And in body, the people is sleeping. രാവിലെ ഓട്ടോമാറ്റിക്കായി അവൻ എഴുന്നേൽക്കും. And automatically they are getting up in the morning. ശാരീരികമായ ഉറക്കത്തെയാണ് ഇവിടെ And പറയുന്നത്. this is a sleep that we do in our body. അപ്പൊ ഒരുവൻ ഉറങ്ങിയാൽ അവൻ എഴുന്നേൽക്കും. And the one who sleep, he will get up. അപ്പൊ മരണത്തെയും പൗലോസ് ആ വാക്കിനോടാണ് ഉപമിക്കുന്നത്. And the Paul is comparing the same death with a sleep. മരണം എന്ന് പറയുന്നത് നിദ്രയാണ്. And we can see the death is like a sleep. അത് നിദ്രയാണെങ്കിൽ അവൻ എഴുന്നേൽക്കും. If it is a sleep, he will get up. അവൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ എഴുന്നേൽക്കും. If he is sleeping, he will get up. അവൻ നിദ്രയാണെങ്കിൽ അത് താൽക്കാലികമാണ്. And if he is asleep, it is temporary. അവൻ എഴുന്നേൽക്കും. He will get up. ഹല്ലേലൂയ. Hallelujah. ഇതാണ് ദൈവമക്കളെ ഉള്ള പ്രത്യാശ എന്ന് പറയുന്നത്. And this is what we call as hope. മരണം 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 നിദ്രയാണ്. And death is like a sleep. നമുക്കറിയാം, വിശുദ്ധ വചനത്തിൽ പല ഭാഗത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. And this has been used in different parts of the Bible. വിശുദ്ധന്മാരുടെ മരണത്തിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് നിദ്ര എന്ന വേർഡാണ്. And we can see all the saints who died, the word that has been used is asleep. പെട്ടെന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാണേ. And I'm just going faster enough. ഒക്കുവാണെങ്കിൽ ഇതൊന്ന് നമുക്ക് പുനഃസംപ്രേഷണം ചെയ്യണം. ഒക്കുവാണെങ്കിൽ ഇത് റീടെലികാസ്റ്റ് ചെയ്യണം. If possible, this should be retelecast. അതുകൊണ്ട് കേട്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. This is just to understand and more understand about the word. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് മരണത്തിന് ഉപയോഗിച്ചിരുന്ന പദം നിദ്രയാണ്. In the Old Testament, for all the saints that died, the word that's been used is asleep. 1 രാജാക്കന്മാർ 2:10 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 2:10 of 1 Kings. This is how we read. ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ
പോലെ നിദ്ര പ്രാപിച്ചു. And David, as their forefathers, he went to sleep. മരിച്ചെന്നല്ല പറയുന്നത്. It is not that say he died. ദാവീദ് പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. As his forefathers, he went to sleep. 2 ദിനവൃത്താന്തം 26:23. And sing it 22:23 for Second Chronicles. സെക്കൻഡ് ക്രോണിക്കൽസ് 26:23 ഇങ്ങനെ പറയുന്നത്. 22:23 reads like this of Second ഒന്ന് Chronicles. വായിച്ചേ. ഉസ്സിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. Uzziah has he slept like his forefathers. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. And in other words it says, യോദാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. we can say Jotham, he went to sleep like his forefathers. മറ്റു ഭാഗത്ത് പറയുന്നു ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. Hezekiah, we see that he died or he went as asleep. നിങ്ങൾ പറയും പാസ്റ്റർ ഇതൊക്കെ പഴയ നിയമമാണ്. And you can say, oh pastor, this is all Old Testament. ഓടി വാ പുതിയ നിയമത്തിലേക്ക്. Let us all come to the New Testament. യേശു ക്രിസ്തുവും മരണത്തെ ഉറക്കമെന്നാണ് പറഞ്ഞത്. And Jesus Christ, he called the death the sleep. യായിറോസിന്റെ മകൾ മരിച്ചപ്പോൾ And when the Jairus' daughter died, യേശു പറഞ്ഞത് അവൾ ഉറങ്ങുകയാണെന്നാ പറഞ്ഞത്. Jesus said that she is sleeping. ലാസർ മരിച്ചപ്പോൾ യേശു പറഞ്ഞത് അവൻ നിദ്ര കൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. And when Lazarus died, he said he is asleep. ഇന്ന് പകൽ ക്രിസ്തുവിൽ ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ And if somebody dies in Christ, അവൻ ഉറങ്ങുകയാണ്. he is asleep. അവൻ ഉറങ്ങുകയാണ്. He is asleep. അവൻ ഉണരുന്ന ഒരു സമയം വരും. That person will get up one day. അവൻ ഉണരുന്ന ഒരു സമയം വരും. That person will come out of the sleep. കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുമ്പോൾ When my God will appear again, മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. the saints who have died will rise up again. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് രൂപാന്തരം They will rise up first, and those who are living will come second. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവുണ്ടാകണം ദൈവമക്കൾ. You should be completely informed about the people who die. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Let us all praise God. ഹല്ലേലൂയ. നോക്കുക, ഒരു ദൈവ പൈതലിന്റെ മരണം നിദ്രയാണ്. And we can see this, the saint who dies, it's like a sleep. അപ്പം എന്നോട് ചോദിക്കും പാസ്റ്റർ ഇവരൊക്കെ എവിടെയാണ്? And then you will ask, where are these people today? കൊലോസ്യ ലേഖനം 3:3-4 വാക്യം. Colossians chapter 3 verse 3 and 4. ഇപ്പോൾ മരിച്ച വിശുദ്ധന്മാർ എവിടെയാണ്? Where are the people who died? കൊലോസ്യർ 3:3-4 ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രിയരെ, ക്രിസ്തുവിൽ മരിക്കുന്ന ഒരുവൻ ഒരു സുരക്ഷിത സ്ഥാനത്താണ്. We can see those people who die in Christ, they are in a safe place. യേശു വരുമ്പോൾ അവർ യേശുവിനോട് കൂടെ അവരെയും വരുത്തും. And we can see when Jesus will appear, they will be with him. ക്രിസ്തുവിൽ മരിച്ചവർ ഇപ്പോൾ ആയിരിക്കുന്നത് അവർ പറുദീസയുടെ അനുഭവത്തിലാണ്. And we can see they are in paradise today. അതുകൊണ്ടാണ് കർത്താവ് ഒരു മാനസാന്തരപ്പെട്ട ഒരു കള്ളനെ നോക്കിയിട്ട് പറഞ്ഞത്, ഇന്നു മുതൽ നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. That's the reason he told to the thief, one of them who has been saved, that you today you will be in my paradise with me. ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവരായിരിക്കും. And he will be in a safer place. ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവരുടെ അവസ്ഥ. And the people who die without Christ. ലൂക്കോസിന്റെ സുവിശേഷം 16:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 16:23 of Luke we read like this. ധനവാനും ലാസർ എന്ന് പേരുള്ള ഒരുവനും മരിച്ചു. And we can see a rich person as a Lazarus also died. ആ ധനവാൻ കിടക്കുന്നത് യാതനാ സ്ഥലത്താണ്. And we can see the person who has been died or is in hell. Place of hell and a place of torment. യാതനാ സ്ഥലത്ത് And it കിടക്കുക. is there in the place of torment. നോക്കുക, ക്രിസ്തുവിൽ മരിക്കുന്നവൻ പറുദീസയിലിരിക്കുന്നു. And those who are died in Christ will be in paradise. ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവൻ യാതനാ And സ്ഥലത്തിരിക്കുന്നു. those who die without the Christ will be in the place of torment. യേശു കർത്താവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? When Jesus Christ will come, what will happen? യേശുവിന്റെ പ്രത്യക്ഷതയിൽ നിദ്ര പ്രാപിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. And we can see those who have died in Christ first will rise up. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. That's the reason Paul will say so. ഇങ്ങനെയാ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്. And this is what Paul says. നിദ്ര കൊണ്ടവർക്ക് നാം മുൻപാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. 15ാമത്തെ വാക്യം. 15th verses we read like this. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. According to the Lord's word, we tell you that we who are still alive, who are left until the coming of the Lord, will certainly not precede those who have fallen asleep. അപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. We cannot overtake the dead.
ആദ്യം ചെല്ലുന്നത് മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നത് മുമ്പേ മരിച്ചവരാണ്. And we can see those who have died in Christ, they are the ones who will go first. അതിനുശേഷമാണ് നമ്മുടെ ജീവനോടെ ഇരിക്കുന്നവരുടെ രൂപാന്തരം. And then only those people who are living. ഇവര് രണ്ടുപേരുടെ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. And they will be together in the clouds to take to receive Jesus. എനിക്ക് കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളനാദം ഇതൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. എന്നാൽ സമയം എൻ്റെ മുൻപിലില്ലല്ലോ. I all wanted to tell about the trumpet and the archangels and how they come, but there is no time more. ദൈവം അനുവദിച്ചാൽ അടുത്തൊരു സെക്ഷനിൽ ഞാനത് എടുക്കും. And I will tell in the next session. രണ്ട് കാലഘട്ടങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. There are two different ages that Jesus is talking. കർത്താവോട് ഇങ്ങനെ പറയുന്ന ഈ കാലഘട്ടങ്ങൾ നിങ്ങളുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തെ സംഭവങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, എൻ്റെ വരവ് അടുത്തിരിക്കുന്നു. About that age that he is talking about, he says those things, if it happens in this age, that means the coming of the Lord is near. രണ്ട് കാലഘട്ടത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പഠിക്കാനിടയായി. And I just learned about these two different ages. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാതിൽക്കലാണ്. Oh beloved, our coming of our Lord is very near. ഏത് സമയം കള്ളനെ പോലെ അവൻ വരാം. Anytime he can come like a thief. ഇന്ന് പകലിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഒരു കൊതി ഉണ്ടാകട്ടെ. Oh, let us all have a greediness to live the holy life. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരു കൊതി ഉണ്ടാകട്ടെ. Let us all have that greediness to receive our Lord. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുണ്ട്. It's a blessed song. ഞാനും പ്രിയനാമൻ യേശുവെ കാണും, ഞാനും പ്രിയനാമൻ യേശുവെ കാണും. ഹല്ലേലൂയ എന്നുച്ചത്തിൽ ഞാൻ ആർക്കും മോദത്താൽ ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. പ്രിയരെ, നമ്മളിപ്പോൾ ആ പാട്ട് പാടി ആരാധിക്കാൻ പോകുകയാണ്. ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു രോഗസൗഖ്യത്തിനോ ഒരു പണസമ്പാദനത്തിനോ ഒരു ഭൗതിക നന്മയ്ക്കോ വേണ്ടി അല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രത്യാശ നിർഭരമായ ജീവിതമാകണം. നിങ്ങൾക്ക് ജോലി ഉണ്ടാകണം, നല്ലതാണ്, എല്ലാം വേണം, നല്ലതാണ്. എന്നാൽ അതിനപ്പുറം ഒരു ഭക്തനെ പിടിച്ചു നിർത്തേണ്ടത് എൻ്റെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയായിരിക്കണം. ഹല്ലേലൂയ. അവൻ്റെ വരവ് ഏറ്റവും വാതിൽക്കലാണ്. ഇന്ന് പകലിൽ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരട്ടെ. കർത്താവേ, അങ്ങയുടെ വരവിനായി എന്നെ നീ ഒന്ന് ഒരുക്കണമേ എന്നുള്ളൊരു ഭയങ്കരമായൊരു പ്രാർത്ഥന ഇന്ന് പകൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇന്ന് പകലിൽ ഉയരട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ വചനം ഒരു തീയായി നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ പൊതുവെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് കുറവാണ്. പ്രിയരെ, നമ്മളായിരിക്കുന്നത് ദി എൻഡ് ടൈമിലാണ്, അന്ത്യകാലത്താണ് നമ്മളായിരിക്കുന്നത്. വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനും പ്രിയനാമൻ യേശുവേ